പിന്നെ ഇവര് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയതുകൊണ്ട് ഹലോ വെൽക്കം ടു ഡേ 16 ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് 1000 പെറ്റ്സ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രൈസ് ആണ് ആൻഡ് ഹീസ് എ ജയന്റ് സ്നോസർ. നമ്മള് മിനിയേച്ചർ സ്നോസറിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെട്ടായിരുന്നു. അവർക്ക് പറഞ്ഞ സെയിം ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും തന്നെയാണ് ജയന്റ് സ്നോസേഴ്സിലും ഉള്ളത്. അവരെക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇവര് അപ് ടു ഒരു 27 ഇഞ്ചസ് വരെ ഹൈറ്റ് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് മെയിൽസ് ഫീമെയിൽസിനെക്കാളും കുറച്ചുകൂടി വലുതായിരിക്കും. ഓൾമോസ്റ്റ് ഒരു 42 kgs ഒക്കെ വെയിറ്റും വരും. ജയന്റ് സ്നോസേഴ്സ് അല്ലെങ്കിൽ റെയിൻ സ്നോസേഴ്സ് ഇവരുടെ സ്വദേശം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ആൻഡ് ഇയാള് ഒരു റഷ്യൻ ഇമ്പോർട്ടാണ്. ജയന്റ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തും ഉണ്ട്. ഒരാളെയൊക്കെ വലിച്ചുകൊണ്ട് ഓടാനായിട്ട് ഇവർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റും, എസ്പെഷ്യലി എന്നെ പോലുള്ള നെരുന്തുകളെ. പക്ഷേ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓണേഴ്സിന് പറയുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ജയന്റ് ബ്രീഡ്സ് എല്ലാം, എസ്പെഷ്യലി ജയന്റ് സ്നോസേഴ്സ്. അത്യാവശ്യം നല്ല ഗാർഡ് ഡോഗ്സ് ആണ്. അതുപോലെ തന്നെ ജർമ്മനിയിലൊക്കെ ഇവരെ ഇനീഷ്യലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹേർഡിംഗ് ഡോഗ്സ് ആയിട്ടാണ്. ലാർജ് ബ്രീഡ്സ് ഓഫ് കാറ്റിലിനെയും ഷീപ്പിനെയൊക്കെ ഹേർഡ് ചെയ്യാനായിട്ടുള്ള ഷെപ്പേർഡ് ഡോഗ്സ് ആയിട്ടാണ് ഇവർ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇവരുടെ കളർ വെറൈറ്റീസ് എന്ന് പറയുന്നത് ഇപ്പോ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പ്യോർ ബ്ലാക്ക് കളറാണ്. ഈ ജയന്റ് സ്നോസേഴ്സ് ഒത്തിരി കളർ വെറൈറ്റീസ് വരുന്നുണ്ടെങ്കിലും ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള 2 കളേഴ്സ് ആണുള്ളത്. അതിലൊന്ന് നമ്മുടെ പ്യോർ ബ്ലാക്ക് ആണ്, പിന്നെ സോൾട്ട് ആൻഡ് പെപ്പറും. ഇവര് അത്യാവശ്യം എനർജറ്റിക് ആയ ആക്റ്റീവ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡ് ആണ്. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് റിക്വയർമെന്റ്സും വളരെ കൂടുതലായിരിക്കും. ഡെയിലി എന്നോണം നമ്മൾ ട്രെയിൻ ചെയ്യുകയും അത്യാവശ്യം നല്ല റിഗ്രസ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ്സ് കൊടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ മുതലുള്ള സോഷ്യലൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അഗ്രഷനും അല്ലെങ്കിൽ മറ്റ് ഡോഗ്സിനോടോ അല്ലെങ്കിൽ പെറ്റ്സിനോടോ ഒക്കെ ഉള്ള അഗ്രഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എസ്പെഷ്യലി ഒരേ സെക്സിലുള്ള മറ്റൊരു ഡോഗിനെ കാണുമ്പോൾ ഇവർ അഗ്രസീവ് ആവാൻ സാധ്യതയുണ്ട്. നല്ല ഗാർഡിംഗ് ഇൻസ്റ്റിക്റ്റ് ഉള്ള ഡോഗ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കുരയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോ ഇവരെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവര് ഇവരുടെ കോട്ട് അല്ലെങ്കിൽ മെയിന്റനൻസ് ഗ്രൂമിംഗ് റിക്വയർമെന്റ്സും കൊറേ പറ്റിയും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവര് നല്ലൊരു ഫാമിലി പെറ്റാണ്. ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് നല്ല ടെമ്പർമെന്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവര് നല്ല സ്ട്രോങ് ആണ്, അതായത് ഭയങ്കര സ്ട്രെങ്ത് ആണ് ഇവരുടെ ബോഡിക്ക്. അതുപോലെ തന്നെ കുറച്ച് റഫ് ആയിട്ടുള്ള പ്ലേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമാണ്. അങ്ങനെ വരുമ്പോൾ കുറച്ച് പ്രായമായ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലേക്ക് നമുക്ക് ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെറിയ കുട്ടികളുള്ളിടത്തേക്കൊക്കെ നമ്മളിത് സജസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രീഡ് അല്ല ജയന്റ് സ്നോസേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ പ്രൈസിന്റെ പേരന്റ് കൂടെ ഉണ്ട്. വെൽക്കം ബാക്ക് ജിസ്റ്റോ. താങ്ക് യു റീനു. അപ്പൊ ഇയാള് എങ്ങനെയാണ് ആള് ടെമ്പർമെന്റ് ഒക്കെ? ആക്ച്വലി ഞാൻ ആദ്യം ഷ്നൗസർ ലവർ എന്നുള്ള രീതിയിലായിരുന്നു മിനിയേച്ചർ എടുത്തു. പിന്നെ എനിക്കൊന്ന് ഷ്നൗസർ ജയന്റിനെ എടുക്കണോ വേണ്ടിയോ കണ്ടപ്പോ ബ്ലാക്ക് കണ്ടപ്പോ പെട്ടെന്ന് ഭയങ്കര കൗതുകം തോന്നി. പക്ഷെ എടുക്കണോ വേണ്ടിയോ എന്നുള്ളത് സംഭവം ഞാൻ കുറെ ഇന്റർനെറ്റിൽ വായിച്ചപ്പോ ഭയങ്കര അഗ്രസീവ് ആണ്, ഗാർഡിങ് പേർപ്പസ് ആണ്, റൂത്തലാണ്, ചില സമയത്ത് ഭയങ്കര എന്താ പറയാ ഓണറിനെ അടക്കം കടിക്കുന്നുണ്ട് എന്നുള്ള പറയാ ബാഡ് റിവ്യൂസ് വായിച്ചു. ഒരു പെർസ്യൂട്ട് എന്നുള്ള രീതിയിൽ 1-2 ബ്രീഡേഴ്സിനെ നമ്മുടെ മിനിയേച്ചർ ഷ്നൗസർ എടുത്ത ബ്രീഡറിന്റെ അടുത്ത് സംസാരിച്ചു. ആൾ എന്നെ കണക്ട് ചെയ്ത് ഒരു 3-4 നല്ല ഷ്നൗസർ ബ്രീഡേഴ്സിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ടെമ്പറമെന്റ് ഇസ് ഓൾ അബൌട്ട് ഹൗ യു ബ്രിങ് അപ്പ് ദാറ്റ് ബ്രീഡ്. കുറെയൊക്കെ അപ്പോ നല്ല ലൈൻസ് ഉള്ള ബ്രീഡ്സും ഉണ്ട്. ഇപ്പൊ എന്റെ ഫാദറിനെ പോലെയാണ് ഞാൻ, അതേപോലെ തന്നെ ഇവന്റെ ഫാദറിനെ പോലെയാണ് ഇവൻ. അപ്പൊ ആ ഒരു ബേസിക് അഗ്രഷൻ ഒക്കെ കുറവുള്ള ഒരു ഷോ ലൈൻസിലുള്ള കുറച്ചും കൂടെ വർക്കിംഗ് ലൈൻസും അങ്ങനെ ഉള്ള ഇത് കിട്ടും എന്നുള്ളത് സംഭവം മനസ്സിലായപ്പോഴാണ് ഞാൻ എന്നാ പിന്നെ ഒരു ജയന്റിനെ എടുത്താൽ കൊള്ളാം എന്നുള്ള രീതിയിൽ ഇത് റഷ്യയിൽ നിന്ന് തന്നെ എന്റെ മിനിയേച്ചർ ഷ്നൗസറിന്റെ ബ്രീഡറിന്റെ റെക്കമെൻഡേഷൻ ത്രൂ തന്നെ എടുത്തൊരു ഡോഗാണ്. പക്ഷെ ഇയാൾ അങ്ങനെ അഗ്രസീവ് അല്ല. ഇപ്പൊ നമ്മളൊക്കെ ആയിട്ടാണെങ്കിലും ഫ്രണ്ട്ലി ആണ്. അതെ അതെ, പക്ഷെ ആക്റ്റീവ് ആണ്. ഇവനെ സംബന്ധിച്ച് 1 ഫുൾ ഡേ വണ്ടിയിൽ അല്ലെങ്കിൽ സ്കൂട്ടർ ബൈക്കിൽ അല്ലെങ്കിൽ കാറിൽ കെട്ടിയിട്ട് ഓടിപ്പിച്ചാലും അവന്റെ എനർജി തീരില്ല. അത്രയ്ക്കും എനർജിയാണ്, നമ്മളെ കൊണ്ട് പോകും. എന്നെ കൊണ്ട് 2 പ്രാവശ്യം ഓടി, രണ്ടൊന്നല്ല ഇഷ്ടംപോലെ പ്രാവശ്യം. നമ്മൾ ഒരു ഷോട്ട് എടുക്കാൻ തന്നെ എന്തോരം കഷ്ടപ്പെട്ടില്ലേ. നമുക്ക് അടക്കി വെച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല. അവരെ നടത്തിക്കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിച്ചുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ കിടക്കുന്നത്. അപ്പം പിന്നെ ഇയാളുടെ ഫുഡൊക്കെ എങ്ങനെയാ? ഐ ഡോണ്ട് എക്സ്പെരിമെന്റ് വിത്ത് എനി ഹോം മെയ്ഡ് ഫുഡ് ബിക്കോസ് വൺ റീസൺ ഇസ് എന്റെ എക്സ്പെർട്ടീസ് ഇൻ ഡയറ്റ് അത്രയില്ല, എനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. സെക്കൻഡ് റീസൺ നമുക്ക് ഇവിടെ കിട്ടുന്ന ക്വാളിറ്റി ഓഫ് ഈ റോ ഫുഡ്, റോ മീറ്റ്, ഇതൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ ആള് അബൌട്ട് 3 ഇയേഴ്സിന്റെ അടുത്ത 3+ ഇയേഴ്സ് ആയി. ടച്ച് വുഡ് ഇതുവരെയായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിലും ഇതേപോലെ തന്നെ ഹാർഡ് കോട്ടഡ് ആണ്, പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ആൻഡ് ഐ കംപ്ലീറ്റ്ലി ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഫുഡ്, ദ ഡ്രൈ ഫുഡ് ദാറ്റ് ഐ എം ഗിവിംഗ്. അല്ലെങ്കിൽ ഞാനിപ്പോ നമുക്ക് ഗ്രൂമിംഗ് സെന്റർ ഈ പറഞ്ഞ പോലെ ഓരോ ഡോഗും
ഓരോ സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് ആയിട്ട് വരുമ്പോൾ നമ്മള് ആദ്യം ചോദിക്കണേ എന്താ ഫുഡ് കൊടുക്കണേ, എന്താ ഡയറ്റ് കൊടുക്കണേ. അപ്പൊ തന്നെ പറയണത് ചോറ്, ചിക്കൻ, ഇങ്ങനത്തെ ഒരു ബേസിക് സംഭവം കാർബ്സ് ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ വ്യത്യാസം ഇൻ ഡയറ്റില്. ആൾക്കാരുടെ ആ ഒരു ഫുഡിനോടുള്ള പെർസ്പെക്റ്റീവ് ചേഞ്ച് ആവണം എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം എല്ലാവർക്കും ഡ്രൈ ഫുഡ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു സംഭവമാണ്, നമ്മൾ ഡ്രൈ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡോഗിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, എന്തെങ്കിലും അത് വരുമോ. ഞാനിപ്പോ എനിക്ക് തോന്നുന്നൊരു 15 to 16 years ആയി ഡോഗ്സ് പിന്നെ വളർത്താൻ തുടങ്ങിയിട്ടും ആസ് എ പെറ്റ് പേരന്റ് നോക്കിയിട്ട് തന്നെ എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഹോം ബേസ്ഡ് ഫുഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ അതിന്റെ 5% പോലും എനിക്ക് ഈ പറഞ്ഞ ഡോഗ് ഫുഡ് ഡ്രൈ ഫുഡിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ആരും ഒന്ന് ചോദിച്ചാലും ഞാൻ അതേ പറയൂ. ഡെഫിനറ്റ്ലി ഇയാൾക്കും നേച്ചേഴ്സ് പ്രൊട്ടക്ഷൻ തന്നെയാണോ? ഇയാൾക്ക് ഇപ്പൊ നേച്ചേഴ്സ് പ്രൊട്ടക്ഷൻ ആണ്. പിന്നെ ഗ്രൂമിംഗ് ഒക്കെ എങ്ങനെയാണ്? ഗ്രൂമിംഗ് സിമിലർ റിക്വയർമെന്റ്സ് ഫ്രീക്വൻസി ജയന്റ് സ്നൗസർ ആണ്. ഇപ്പൊ ഇവൻ എന്റെ ഫ്ലാറ്റിലടക്കം എന്താ പറയാ മോർണിംഗും ഈവനിങ് എന്റെ ഒപ്പം വർക്കിന് വരും, സലോണിൽ എന്റെ ഒപ്പം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഈവനിങ് ഞാൻ നോട്ട് എവറി ഡേ അറ്റ്ലീസ്റ്റ് 2 times to 3 times ഇൻ എ വീക്ക് എന്റെ ഫ്ലാറ്റിൽ വരുന്ന ആളാ. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഫുൾ ടൈം ക്ലീൻ ആയിരിക്കണം. അപ്പൊ ഞാൻ വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ വൺസ് ഇൻ 10 days എന്തായാലും ഒരു ഷവർ ഞാൻ കൊടുക്കും. പിന്നെ സ്ട്രിപ്പിങ്ങിന്റെ കാര്യമാണെങ്കിൽ വൺസ് ഇൻ 40 days 45 days ആണ് ഒന്ന് സ്ട്രിപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. കാർഡിങ് ഈ പറഞ്ഞ പോലെ വൺസ് ഇൻ 2 weeks ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. എക്സസൈസ് ഒക്കെയോ നമ്മൾ എങ്ങനെയാ മെയിൻറ്റെയിൻ? എനിക്ക് ത്രെഡ്മിൽ ഉണ്ട്. ഞാനിവരെ എല്ലാ ഡോഗ്സിനെയും ഒരു കുറച്ചു നേരം ഒന്ന് വേറെ ഒന്നുമല്ല മസിൽ ബിൽഡിങ് ഷോ ഡോഗ് ആണ്. അപ്പൊ ഒന്ന് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ത്രെഡ്മില്ലിൽ ഒരു അറ്റ്ലീസ്റ്റ് 3 times ഇൻ എ വീക്ക് മുടക്കാണ്ട് ഞാൻ ഒരു 15 minutes വാക്ക് ചെയ്യിക്കും. ഒരു 6 to 7 സ്പീഡിൽ ഞാൻ വാക്ക് ചെയ്യിപ്പിക്കും. അപ്പൊ എന്തായാലും വീണ്ടും ഒരു ഷ്നോസർ ബ്രീഡിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതിൽ വളരെ സന്തോഷം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ബൈ ബൈ ബൈ. അപ്പൊ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെറ്റ് വീഡിയോസിനായിട്ട് മേക്ക് ഷുവർ യു ഫോളോ അവർ പേജ്. അടുത്ത ദിവസം മറ്റൊരു പെറ്റുമായി കാണാം. Until then, take care. Bye bye. Again follow.